ചൂടുവെള്ളം എടുക്കട്ടെ? വേണ്ട. അതെ, പഴയ മാറിട്ട് ഒരു കാര്യം പറയാം. താനിവിടെ കുറച്ചേരം കിടന്നു. എന്തിനാ? പാടോ, താൻ എത്ര നാളെ എന്റെ കൂടെ ഒന്ന് കിടന്നിട്ട് കുറച്ചേരം. ചെന്നൈക്ക് പോയതിനു ശേഷം നേരെ ചൊവ്വ കിടന്നിട്ട് പോലുമില്ല. ശരിയല്ലേ? കൊറേ ആയി നമ്മളിങ്ങനെ കിടന്നിട്ട്. ചേച്ചി ഓർക്കണുണ്ടോ പണ്ട് ഞാനും ചേച്ചിയും കേശുവും നമ്മള് ചെറിയ പിള്ളേരായിരുന്നപ്പോഴേ അപ്പുറത്തെ ആ മുറിയില് ആ ചെറിയ കട്ടിലിൽ നമ്മള് 3 പേരും കൂടെ ഇങ്ങനെയാണ് 3 പേരും ചാളടിക്കുക പോലെ കിടന്നിരുന്നത്, ഞെരുങ്ങി പെരിഞ്ഞി. എന്ത് രസമായിരുന്നല്ലോ ചേച്ചി. എന്നാണെങ്കി എന്തോരം കാര്യങ്ങളാ, കിടന്നോണ്ടേ വർത്താനം പറയത്തുള്ളൂ. 10 മണിക്ക് തുടങ്ങും ലോകകാര്യങ്ങൾ ഓരോന്നായിട്ട് ചർച്ച ചെയ്ത്. അത് മാത്രോ എത്ര പ്രാവശ്യം നമ്മൾ രണ്ടാളും കൂടെ പ്ലാൻ ചെയ്ത് കേശുവിനെ കട്ടിലിൽ തള്ളി താഴെയിട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. അതൊന്നും ഇനി തിരിച്ചു വരില്ല അല്ലേ? ആണോ? പിന്നെയല്ലേ, എല്ലാരും വലുതായി, കാലം മാറി, കോലം മാറി. ചേച്ചി നമ്മൾ ചെറിയ പിള്ളേരായിട്ടിരുന്നാ മതിയായിരുന്നല്ലേ? സത്യം. നാളെ ഉണ്ടായിരുന്നു തോന്നുന്നു. ചേച്ചി നിങ്ങള് മുത്താണ് കേട്ടോ. മുത്ത് കുറച്ച് കഴിയുമ്പോ ചീത്ത വിളിക്കാനല്ലേ? ചുമ്മാതല്ലേ. നിങ്ങൾ രണ്ടുപേരും ചുരുണ്ടുകൂടി കിടക്കല്ലേ? വന്ന അലമ്പുകാരി. അലമ്പുകാരിയോ? ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. കൊച്ചു അലമ്പുകാരിയാണെന്ന് നീ മുത്തല്ലേ? വാ ചേച്ചി ചെന്നൈക്ക് വരുമ്പോഴേ നീ മുതലിനെ കൂടെ കൊണ്ടുവരണം കേട്ടോ. എന്റെ അമ്മേ. എന്റെ അമ്മയെന്നാ? ഉമ്മ പിന്നെ നിന്നെ കൊണ്ടുപോകാതിരിക്കോ? നിന്നെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കൂലേ? മനഃപൂർവ്വം ഒഴിവാക്കൂലെന്നാ? ചുമ്മാ. നിനക്ക് എന്തായാലും കൊണ്ടുവരും. എന്തൊരിത് കൊഞ്ചണൊക്കെ ഇട്ടേക്കണ എല്ലാടെ കിടപ്പ് നീ ഞാനുണ്ട്. കേശുവേ വേണ്ട, നീ ബുക്കേ. അത് തന്നെ, എല്ലായിടത്തും ഇടയിൽ കയറി വന്നോളൂ. ശിവ, എന്തോ നീ നിന്റെ ആഹാരക്കാരി ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ? എന്റെ കോലം കണ്ടാ പറയൂലോ ഒന്നും കഴിക്കുന്നില്ലെന്ന്. ചേച്ചി ഫുഡ് കഴിക്കുന്നുണ്ടെന്നേ, പക്ഷെ ഉറക്കമൊന്നും അത്ര ശരിയല്ല. ഇപ്പം എക്സാം ഒക്കെ അടുത്ത് വന്നതല്ലേ, അതിന്റെ ഉണ്ട്. കുറച്ച് ഫ്രൂട്ട്സും നട്ട്സ് ഒക്കെ മേടിച്ചു വെക്കുന്ന റൂമില് ഇതൊക്കെ വാങ്ങി വെക്കാറൊക്കെ ഉണ്ട്. കഴിക്കാൻ സമയം കിട്ടാറില്ല, മറന്നു പറയണ പതിവ്. പിന്നെ ഇച്ചിരി ഉറപ്പുണ്ട്, പറയണല്ലോ. ഇച്ചിരി അല്ല, കുറച്ച് കൂടുതലാ. എന്തെങ്കിലും അസുഖം വരുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ കഴിക്കാത്തതിന്റെ ഒക്കെ ബുദ്ധിമുട്ട്. കഴിക്കാടേ. ഇതേ ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോ തന്നെ പറയാൻ തുടങ്ങിയതാണ്. നിനക്ക് ഇപ്പം ആരോഗ്യമൊക്കെ കുറയുന്നുണ്ട്, ഫുഡ് നന്നായിട്ട് കഴിക്കണം കേട്ടേ. നീ പോയില്ലേ? നീ എന്ത് ശ്രദ്ധിക്കുന്നുണ്ടെന്നാ? അല്ലെങ്കിൽ തന്നെ നിനക്കിപ്പോ എന്നെയൊക്കെ ശ്രദ്ധിക്കാൻ സമയമുണ്ടോ? യേശു ഉള്ളത് പറയാലോ. നിന്റെ ഈ കപട സ്നേഹം കാണുമ്പോഴത്തേക്ക് ഇപ്പൊ എനിക്ക് വെറുപ്പാണ്. എന്തിനാ നീ അഭിനയിച്ചോണ്ടിരിക്കുന്നേ? ശിവ വിളിക്കുന്ന ചേട്ടനിപ്പോ വിളിക്കാൻ പോയതല്ലേ? ആ വിളി കപടമെന്നല്ലേ ഇപ്പോൾ പറഞ്ഞത്. ഞാനങ്ങ് ക്ഷമിച്ച് ഞാൻ നീങ്ങൂല. യേശുവേ, നീ കിടന്ന ആ സെക്കൻഡ് അവിടെ എണിച്ചു പോകും. ഉറപ്പാണ് പറയുന്നത് ശിവാനി ബാലചന്ദ്രൻ നമ്പിയാ. എന്നാ കിടക്കാൻ പോണത് കേശവ ബാലചന്ദ്രൻ നമ്പിയുടെ. നീങ്ങ മാറ്. കാറ് കാല് മാറ്റിക്കേ. കിടക്കണമെങ്കിൽ കേറി കിടക്ക്. ശിവ, നീ റൂമിൽ പോയി കിടന്നോ. ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ പറഞ്ഞില്ല. പിന്നെ നീ ഈ എന്നോട് സംസാരിക്കാതിരുന്നാലേ ഈ വലിയ പ്രശ്നമൊന്നുമില്ലടി. വെറുപ്പാണ് ദേഷ്യമാണെന്നൊന്നും പറയരുത് കേട്ടോ. പണ്ടേ നമ്മുടെ രണ്ടുപേരുടെയും സ്നേഹം കാണുമ്പോ എല്ലാവർക്കും ഭയങ്കര അസൂയൊക്കെയായിരുന്നു. ഞാനും അതില് കുറച്ച് അഹങ്കരിച്ചിട്ടുണ്ട്, ആ സത്യം തന്നെ.
കാലം മാറുമ്പോ എല്ലാം മാറുമല്ലോ അല്ലേ, ആൾക്കാരും സ്വഭാവവും ഒക്കെ. പറഞ്ഞതന്നേ ഉള്ളൂ. ചക്ക ഡാ, ഞാൻ ഇത്രയും പറഞ്ഞതിനാണോ നീ പോക്ക് പോയത്? അല്ല ഞാനേ ഇത്രയും പറഞ്ഞതിനാണോ നീ പോക്ക് പോയത്? ഞാൻ ഇത്രയും പറഞ്ഞ നീ അങ്ങ് പോവോ? നീ എന്തിനാണ് പറഞ്ഞതെന്ന്? കാലം മാറുമ്പോ ആൾക്കാരും സ്വഭാവമൊക്കെ മാറും അല്ലേ? കാലം മാറുമ്പോഴത്തേക്കും ഞാൻ നിന്റെ പെങ്ങളല്ലാണ്ടാവും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.